ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫ്രണ്ടായ ദേവ ഗെയിമിംഗ് ഒരു ചാലഞ്ച് തന്നിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിനകത്ത് $2500 മോഷ്ടിക്കണം എന്നാണ് ചാലഞ്ച് തന്നേക്കണേ. അപ്പോൾ ഗായ്സ് വീഡിയോയിലേക്ക് കിടക്കണം. ഗായ്സ്, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇനി ഫണ്ണി ആവാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ നോട്ടം ഇട്ടേക്കണത് ഒരു വീടാണ് ഗൈസ്. പിന്നെ പറയാൻ പറ്റേ ചാലഞ്ച് ഫെയിലായി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ എൻ്റെ ഫേസ് റിവീൽ ചെയ്യും. അപ്പം പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇത്രയൊക്കെ സഹിക്കുന്നില്ല ഗൈസ്. അപ്പം നമുക്കൊരു വീട് അന്വേഷിച്ച് പോവാം. നമ്മുടെ ടാർഗറ്റ് ഇട്ടേക്കണത് 50 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അതൊന്ന് നിറവേറ്റി തന്നെ ഗൈസ്. ഇവിടെ ഒന്നും വീടുകൾ കാണാനില്ല. ആൾക്കാർ സ്ഥലം മാറി പോയോ? ഇവിടെ കള്ളന്മാർ കൂടുതലുള്ള കാരണം നമുക്ക് ഈ മാർക്കറ്റ് മോഷ്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. മാർക്കറ്റിൽ പൈസ ഉണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. നമുക്ക് നോക്കാം. നമ്മൾ മുമ്പിൽ പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് അന്വേഷിക്കാം ഗൈസ്. കിട്ടിയില്ലെങ്കിൽ എനിക്ക് പണിയാളും. അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കാന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഗൈസ്, ഇവിടെ എവിടെയെങ്കിലും വീടുകളുണ്ടോയെന്ന്. ഇവിടെ അധികം വീടുകൾ കാണുന്നില്ല ഗൈസ്. ഗൈസ്, നമ്മൾ നേരത്തെ തുടങ്ങിയോർത്തുനിന്ന് തന്നെ തിരിച്ചു വന്നേക്കാണ് ഗൈസ്. ദേ ഒരു ചങ്ങായി ബൈക്കും കൊണ്ട് പോണു. അയാളുടെ നെറ്റ് കുറവാന്ന് തോന്നുന്നു. സ്റ്റക്കായി പോവാണ്. ഗൈസ്, അവസാനം നമ്മൾ ഒരു പണക്കാരുടെ വീട് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു വീട് കണ്ടിരിക്കുന്നു ഗൈസ്. നമുക്ക് അകത്തേക്ക് പോകാം ഗൈസ്. നോക്കട്ടെ, ഇവർ നല്ല പണക്കാരാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ഗൈസ്. നല്ല വലിയ വീടാണ്. ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നു. എൻ്റെ അകത്തേക്ക് കയറാൻ പറ്റണില്ല ഗൈസ്. തുറക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ വഴി കൂടെ പോവാം. ഈ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റും ഗൈസ്. യെസ്, നമ്മൾ വാണ്ടഡായി ഗൈസ്. ഈ വീട്ടിനകത്തുള്ള എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. നമ്മുടെ മാക്സിമം ടാർഗറ്റ് $2500 ഗൈസ്. അപ്പോൾ ഗൈസ് നോക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമ്മൾ വീണ്ടും മുമ്പിൽ പോയിന്ന് തോന്നുന്നത്. നോക്കട്ടെ ഗൈസ്, ഇവിടെ ഉണ്ടോ? നമുക്ക് കുഞ്ഞോക്കാം. ഇവിടെ ഒന്നുമില്ല. ടിവിയുടെ അടിയിൽ ആരെന്താ വയ്ക്കാൻ പോണ? നേരെ ഒരെണ്ണം കിട്ടി ഗൈസ്, നെക്ലസ്. ഓക്കെ, നമുക്ക് $500 കിട്ടിയിരിക്കുന്നു. അപ്പം അടുത്തത് നമുക്ക് മോളിൽ പോയി നോക്കാം. ഇവിടെ എന്തോ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഇല്ല. അതിനകത്തും ഇല്ല ഗൈസ്. എല്ലാത്തിനും കാലിയാണല്ലോ. ഇവന്മാർ ഭയങ്കര ആൾക്കാരാ. ഇവിടെ വല്ലതും ഉണ്ടാവുമായിരിക്കും, അറിയില്ല. നോക്കട്ടെ. ക്യാഷ് കിട്ടി ഗൈസ്. ഒരു ക്യാഷ് കിട്ടി. പോലീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്.
ഗൈസ് പോലീസ് ഗൈസ്. നമ്മൾ റോക്കറ്റ് ലോഞ്ചർ എടുത്തിട്ട് പോവാണ്. അല്ല എന്നാ ബോംബ് ലോഞ്ചർ എന്താ സംഭവം ആവോ, ഗ്രനേഡ് ലോഞ്ചർ, അതന്നെ. ആ സംഭവം എടുത്തിട്ട് നമ്മൾ പോവാൻ ഗൈസ്. ഇവന്മാരുടെ ഊപ്പാട് ഇളക്കണം ഗൈസ്. നോക്കട്ടെ എവിടെ പോയി. Hello there. ഗൈസ് നമ്മുടെ കഥ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അയ്യോ ഗൈസ് നമ്മൾ ആദ്യത്തെ ട്രൈ തന്നെ ഊമ്പിപ്പോയി ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ബൈക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അതെടുത്തുകൊണ്ട് പോകാം. ബൈക്കിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം, നല്ല സ്പീഡും ഉണ്ട്. നമുക്ക് അടുത്തത് ലക്ഷ്യം എന്താണെന്ന് നോക്കാം. നമ്മൾ ഇനി ലക്ഷ്യം വെക്കാൻ പോണത് എന്ത് ആലോചിക്കണം. ലക്ഷ്യം വെക്കാൻ പോകുന്നത് വാച്ച് കട വേണോ അതോ ജ്വല്ലറി വേണോ? വാച്ച് കട മതിയാവും, അത് മതി. അതിന് നമ്മൾ വാച്ച് കടയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ എന്തുണ്ട് ഇത് ഗൈസ്? പോലീസൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമുക്ക് റോബേഴ്സിനെ സഹായിക്കാം ഗൈസ്. നോക്കട്ടെ ആരൊക്കെ വന്നിരിക്കുന്നത്. ഗൈസ് ഒരു പോലീസ്. നേരത്തെ ചെയ്തതിന്റെ പക എപ്പോഴും പറയല്ല, രണ്ടുപേരും കൊന്നു ഗൈസ്. അയ്യോ. Thousands of tears later. ഗായ്സ് കണ്ടിട്ട് ഇത് മഹീന്ദ്ര താറാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഗായ്സ് നമ്മൾ അടുത്ത ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മൾ തീരുമാനിക്കണുള്ളൂ. അപ്പം നമുക്കൊരു എവിടേക്ക് പോകണമെന്ന് ആലോചിക്കണം. അപ്പം നമ്മൾ ലക്ഷ്യത്തിങ്ങനെ ഓ മൈ ഗാഡ്, ഗെയിമിലെ ഫിസിക്സ് കണ്ടോ ഗൈസ്? ഇങ്ങനെയാണ് ഗൈസ് ഒരു ഇലുമിനാറ്റി ഗെയിം. Oh my God! Wow! അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ലക്ഷ്യം വെച്ച വാച്ച് കടയിൽ തന്നെ നമുക്ക് പോവാം ഗൈസ്. ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത് ഗൈസ്. നമുക്ക് പോലീസുകാരെ കൊന്നിട്ട് അടങ്ങണമുള്ളൂ. എനിക്ക് ഈ ദേഷ്യം വരാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് റോബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ തോന്നണം. നമുക്ക് ഒരുത്തനെ കൊന്നാലോ? അതേനാ പറ്റുന്നതല്ല. അവൻ നേരത്തെ നമ്മളെ കൊണ്ടുപോകാനാട്ടോ ഗൈസ്. അത് നമുക്ക് കൊല്ലാൻ ഗൈസ്. അത് ഞാൻ കൊന്നിട്ടിരിക്കുള്ളൂ. എൻ്റെ വാശിയാണ് ഗൈസ്. ഗൈസ് അവൻ വെടി വയ്ക്കുന്നുണ്ട് ഗൈസ്. വാശിയാണ് ഗൈസ്. ഞാൻ അടിച്ച് കൊല്ലുവാനെ. നേരത്തെ കൊന്നതിൻ്റെ പക തീർന്നിട്ടില്ല എനിക്കിപ്പോഴും. അങ്ങനെ നേരത്തെ കൊന്നത്. നമ്മൾ ചാവാറായി ഗൈസ്. നമ്മളെ ഹെൽപ്പ് ചെയ്ത ഗൈസ്. നമ്മൾ ഓടി രക്ഷപ്പെടാനാണ് നല്ലത് ഗൈസ്. വീണ്ടും ഊമ്പി പോവാണ് ഗൈസ്. ഗൈസ് നമ്മൾ നേരത്തെ
വെറുതെ കറങ്ങിയടിച്ച് കിടക്കാൻ ഇപ്പം നമ്മുടെ ലക്ഷ്യം തന്നെ നമ്മൾ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഈ ചാലഞ്ച് തോക്കും, പിന്നെ എൻ്റെ ഫേസ് റിവ്യൂവിനും നടക്കും. അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്കൊരു ചങ്ങാതിനെ കിട്ടി ഗൈസ്. ഇവൻ്റെ സഹായത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഒരു വാച്ച് കടയിൽ ഇപ്പം കൊണ്ടുവന്ന് നോക്കുമെന്ന് അറിയില്ല. പിന്നെ അങ്ങോട്ട് പോണേ പോകും. നമ്മുടെ കൂടെ റോബറി നടത്താണ് വന്നേന്നറിയാം. നമ്മൾ പെട്രോൾ പമ്പിൽ എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമോ? നമ്മൾ നേരത്തെ ലക്ഷ്യമിട്ടത് വാച്ച് കടയാണ്. ഇപ്പോൾ പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുന്നത് ഗൈസ്. നമുക്ക് ഇറങ്ങി നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് വല്ല മോഷ്ടിക്കാൻ പറ്റുമോ? നോ, പറ്റൂല ഗൈസ്. ഈ ചങ്ങായി എന്തിനാ കുഞ്ഞിക്കണം ഗൈസ്? അവൻ ക്രിമിനലായാലും എന്താണാവോ? നമുക്ക് ഈ വണ്ടിയിൽ പോവാം. അവൻ ഡ്രൈവ് ചെയ്യട്ടെ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അവൻ കൊണ്ടുവന്ന് നോക്കുമോ? വിശ്വാസമില്ല. എന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് എന്താണ്? പൊക്കോ, വിട്ടോ. നമ്മൾ മാപ്പിൽ പോയിട്ട് എൻ്റെ ബാങ്കിലൊക്കെ ആൾക്കാർ വന്നേക്കണേ. നമ്മൾ ബാങ്കിലേക്ക് പോകണമെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ബാങ്കിലെത്തി ഗൈസ്. നമുക്ക് റോബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നതെന്ന് തോന്നുന്നു. നമുക്ക് ലോക്കറിൻ്റെ അവിടെ ഉണ്ടാവും ഗൈസ്. ഓക്കെ, നമുക്ക് ബോംബ് എറിയാം ഗൈസ്. ഈ ബോംബ് എന്താ പൊട്ടാത്ത? ഈ 5 സെക്കൻഡിൽ പൊട്ടാണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത് ചൈനീസ് ബോംബാണ്. Finish our survey term of 2 years. Oh shit, here we go again. ഈ ഗ്യാരേജിൽ ഒന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് മഹീന്ദ്ര താർ എടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാം. ഇവൻ നമ്മുടെ ഒപ്പം വരുമോ നോക്കാം. എനിക്കറിയത്തില്ല. ഇനി നമുക്ക് വേറെ നമ്മൾ നേരത്തെ ലക്ഷ്യമിട്ട് വാച്ച് കടയിൽ തന്നെ പോയിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് പോവാം ഗൈസ്. നമ്മൾ വാച്ച് കടയിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളെന്ത് ഇവിടേക്കുന്നു ഗൈസ്? തിരി. ഓക്കെ, നമ്മൾ നേരെ പോവാം വാച്ച് കടയിലേക്ക്. വാച്ച് കടയിൽ പോയിട്ട് വേണം ആ പോലീസുകാരെ മുമ്പിപ്പിക്കാനാ. എനിക്ക് എൻ്റെ ഫ്രണ്ടും ഇതിനകത്തുണ്ട് കേട്ടോ. മറ്റേ നേരത്തെ എന്നെ കൊന്നതെന്ന് പറഞ്ഞില്ലേ, അവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു ഗൈസ്. റിയൽ ഫ്രണ്ട്, മറ്റേ ദേവ ഗെയിമിംഗ് അല്ല, വേറൊരു ഫ്രണ്ടാണ് അവൻ എന്നെ മുമ്പിപ്പിച്ചു ഗൈസ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാതെ നിന്നിട്ട് ലൈക്ക് ചെയ്യും പ്ലീസ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും ഗൈസ്. റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ 27 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. പെട്രോൾ പമ്പിൽ ആര് മോഷ്ടിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇതേ പോലീസ് സ്റ്റേഷൻ. ഇതല്ലാട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ. വാച്ച് കടയിൽ തന്നെ പോവാം. വേറൊരു മാർഗമല്ലേ ഇത് ചോദിക്കാം. ഇതാണ് വാച്ച് കട. അയ്യോ, നമ്മുടെ വണ്ടി നിന്നുപോയി. പെട്രോൾ ഇല്ലാന്ന്. ഒക്കെ നമുക്ക് നടന്നു പോവാം. അത്ര ദൂരമുള്ളൂ. ഇതേനാ വാച്ച് കട. നമുക്ക് വാച്ച് കടയിലേക്ക് പോവാം. ആദ്യം നമ്മുടെ അടുത്ത് പോലീസൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പേടിയാണ് കേട്ടാ. വീണ്ടും നമ്മൾ മുമ്പിൽ പോകുമെന്ന് അറിയില്ല ഗൈസ്. ഇതൊരു ജേക്കപ്പ്. നേരത്തെ എന്നെ കൊന്നവൻ അവനെ. നമുക്ക് അവനെ കൊല്ലാൻ പറ്റത്തില്ല ഗൈസ്.
ചെറുതായി മോച്ചൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. നല്ല ക്രിമിനലായിട്ട് പോലീസുകാരെ കൊല്ലാൻ പറ്റുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഈ പണി ചെയ്യാം ഗൈസ്. നമുക്ക് ഈ വാച്ച് കടയിൽ കയറിയിട്ട് കുറച്ച് $2500 മേടിക്കാം ഗൈസ്. എനിക്ക് പേടിയാവുണ്ട്. ഈ പോലീസുകാരൊക്കെ പോയിട്ട് മതി ഇതൊക്കെ. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പോൾ വാച്ച് കടയിൽ പ്രവേശിച്ചിരിക്കുന്നു. വലതുകാല് വെച്ച് കയറാം. അങ്ങനെ ആകട്ടെ, നമുക്ക് റോബറി നടത്താനുള്ള സമയമായി ഗൈസ്. ഞാൻ മാത്രമേ ഉള്ളൂ റോബറി നടത്താൻ. സങ്കടമാണത്. ഒറ്റയ്ക്ക് റോബറി നടത്തുമ്പോൾ ഒരു സുഖമില്ല. നമുക്ക് ഈ വാതിലടച്ചിടാം ഗൈസ്. റോബറി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. നമുക്ക് എല്ലാ വാച്ചുകളും അങ്ങനെ മോഷ്ടിക്കാം ഗൈസ്. നമുക്കിപ്പോൾ 2004. ഓക്കെ, നമുക്ക് $1000 ആയി ഗൈസ്. ഇനി കുറച്ചും കൂടി. ഓക്കെ ഗൈസ്, നമുക്ക് $2120 ആയി കഴിഞ്ഞു. 2400 ഗൈസ്. $2650 ആയി ഗൈസ്. ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്താൽ മതി ഗൈസ്. നമ്മൾ എസ്കേപ്പ് ചെയ്താൽ മതി ഗൈസ്. അയ്യോ, പോലീസ് വന്നു ഗൈസ്. Do it! Just do it! ഗൈസ്, ടൈം ഫോർ ഫേസ് റിവീൽ. അപ്പം ഇതാണ് എൻ്റെ ഫേസ് ഗൈസ്. വല്ലാത്ത ചതിയായിപ്പോയി. പോലീസുകാരെന്നെ കൊന്നു ഗൈസ്. അവസാനം നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പം റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. അപ്പം താങ്ക് യു ഫോർ ദിസ് ടൈം ഓഫ് സപ്പോർട്ട്. എൻ്റെ ഇംഗ്ലീഷ് കൊള്ളില്ല ഗൈസ്, എന്തായാലും ആവട്ടെ. ഇനി നമ്മളൊരു 30 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹൊറർ ഗെയിമിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് 30 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഒരു പേടിത്തൂറിലാണ്. ടാറ്റാ ഗൈസ്, ബൈ ബൈ.